ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മധുരക്കിഴങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ലേശം പോലും വയറിന് ഭാരമാകാതെ എന്നാൽ വളരെ പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് തടി വയ്ക്കാൻ സഹായിക്കുന്ന ലോകമെമ്പാടുമുള്ള അമ്മമാർ ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് അവക്കാഡോ ബനാന ഷേക്ക്. കുഞ്ഞുങ്ങൾക്ക് 6 മാസം കഴിയുമ്പോൾ മുതൽ ധൈര്യമായി കൊടുത്തു തുടങ്ങാൻ പറ്റിയ ഒന്നാണിത്. അവക്കാഡോയിലെ നല്ല കൊഴുപ്പും പഴത്തിലെ കലോറിയും ഒത്തുചേരുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരഭാരം നല്ല രീതിയിൽ കൂടും. എന്തുകൊണ്ട് അവക്കാഡോയും പഴവും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു? ആദ്യത്തെ കാരണം അതിലെ ഹെൽത്തി ഫാറ്റ്സ് ആണ്. നല്ല കൊഴുപ്പ്. അവക്കാഡോയിലെ omega-3 പോലെയുള്ള നല്ല കൊഴുപ്പുകൾ ധാരാളമുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ ശരീരപുഷ്ടിക്ക് മാത്രമല്ല ബുദ്ധിവികാസത്തിനും ഒന്നാന്തരം ഔഷധമാണ്. രണ്ടാമതായി, പെട്ടെന്ന് എനർജി കിട്ടാൻ പഴത്തിലെ നാച്ചുറൽ മധുരവും കലോറിയും കുഞ്ഞിന് നല്ല ഉന്മേഷം നൽകും. ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അടുപ്പത്ത് വെച്ച് വേവിക്കേണ്ട കാര്യമില്ല എന്നതാണ്. പെട്ടെന്ന് യാത്രയിലൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. ഇത് തയ്യാറാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആദ്യമായി ആവശ്യമുള്ള സാധനങ്ങളാണ്: നന്നായി പഴുത്ത അവക്കാഡോ പഴം പകുതി മതിയാകും. നന്നായി പഴുത്ത ചെറുപഴമോ അല്ലെങ്കിൽ ഏത്തപ്പഴമോ അതും പകുതി മതിയാകും. ചെറു ചൂടുവെള്ളം ആവശ്യമെങ്കിൽ മാത്രം. ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു തരാം. ആദ്യം നന്നായി പഴുത്ത അവക്കാഡോയുടെ പകുതി ഭാഗം എടുത്ത് അതിൻ്റെ ഉള്ളിലെ മാംസളമായ ഭാഗം ഒരു സ്പൂൺ ഉപയോഗിച്ച് ചിരണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഴുത്ത പഴം കൂടി ചേർക്കുക. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇവ രണ്ടും ഒട്ടും കട്ടകളില്ലാതെ നന്നായി ഉടച്ചെടുക്കുക. ലേശം ലൂസ് പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ വെയിറ്റ് ഗെയിൻ മാഷ് റെഡി ആയിട്ടുണ്ട്. ഇത് കൊടുത്തു തുടങ്ങുന്നതിന് മുമ്പായി അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞു തരാം. അവക്കാഡോയും പഴവും മുറിച്ചു വെച്ചാൽ പെട്ടെന്ന് കറുത്തു പോകും. അതുകൊണ്ട് ഉണ്ടാക്കിയ ഉടനെ തന്നെ കുഞ്ഞിന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മധുരം ഒട്ടും വേണ്ട. അതായത് പഴത്തിന് നല്ല മധുരമുള്ളത് കൊണ്ട് വേറെ മധുരവും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഉച്ചയ്ക്കുള്ള ലഞ്ചായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടോ ഇത് കൊടുക്കാം. അപ്പോൾ അമ്മമാരെ, കുഞ്ഞിന് നല്ല ഹെൽത്തി ആയിട്ട് ശരീരപുഷ്ടിയും ബുദ്ധിശക്തിയും വയ്ക്കാൻ സഹായിക്കുന്ന ഈ അവക്കാഡോ ബനാന മാഷ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലായല്ലോ. അടുപ്പിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. അമ്മമാർക്ക് ഒത്തിരി സമയം ലാഭിക്കാം. വിശ്വസിച്ച് ധൈര്യമായി കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊരിക്കലും മറക്കരുത്. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല. ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും ദഹനശേഷിയും തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് വേറെ കുഞ്ഞിനെ നോക്കി അവന് തടിയുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിനതില്ലല്ലോ എന്നോർത്ത് വിഷമിക്കാൻ നിൽക്കരുത്. കുഞ്ഞിൻ്റെ ആക്ടിവിറ്റിയും ആരോഗ്യവുമാണ് പ്രധാനം. ഓരോ പുതിയ ഭക്ഷണം കൊടുക്കുമ്പോഴും കുഞ്ഞിൻ്റെ വയറിൻ്റെ പരുവം നോക്കി മാത്രം അളവ് കൂട്ടാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കുഞ്ഞിന് കൊടുത്തു നോക്കിയിട്ട് വരുന്ന മാറ്റങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.